എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിന്റെ 6ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പാർട്ട് 1. ഓക്കെ, കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളൂ. പ്രധാനമായിട്ടും എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ബേസ് കോൺസെപ്റ്റുകൾ മസ്റ്റായിട്ട് പഠിക്കണം. പിന്നെ nth ടേം സിലബസിൽ പരാമർശിക്കുന്നുണ്ട്, പിന്നെ സം ഓഫ് n ടേമും പരാമർശിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ ആദ്യമേ തന്നെ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പഠിച്ചുകൊണ്ട് വേണം നമ്മുടെ പഠനം നമ്മൾ ആരംഭിക്കാൻ. വാട്ട് ഡു യു മീൻ ബൈ ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു പോകുന്ന പ്രോഗ്രഷനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സീക്വൻസ് തുടങ്ങുന്ന ഒരു ടേം ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരു 5 എന്നുള്ളൊരു ടേമിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക, കോമ 5ന്റെ കൂടെ ഒരു സംഖ്യ ഞാൻ കൂട്ടുകയാണ്. ഓക്കെ, ഉദാഹരണം 3 ആണ് കൂട്ടുന്നതെന്ന് വിചാരിക്കുക. 5ന്റെ കൂടെ 3 കൂട്ടിയാൽ 8, 8ന്റെ കൂടെ 3 കൂട്ടിയാൽ 11, 11ന്റെ കൂടെ 3 കൂട്ടിയാൽ 14, എക്സെട്ര. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഇവിടെ എല്ലാം ഒരു പ്രത്യേകത, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യ കൂട്ടിയാണ് ഞാൻ അടുത്ത സംഖ്യ എഴുതിയിട്ടുള്ളത്. ആരെയാണോ കൂട്ടുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് 3 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിപ്പോകുന്ന രീതിയിലാണ് പ്രോഗ്രഷൻ എങ്കിൽ, സീക്വൻസ് എങ്കിൽ, അത്തരത്തിലുള്ള സീക്വൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ശ്രദ്ധിച്ചിരിക്കുക, ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിപ്പോകുന്ന രീതിയിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സീക്വൻസ് എഴുതാം. ഉദാഹരണം ഏറ്റവും എളുപ്പം എഴുതാൻ പറ്റുന്ന ഒരു സീക്വൻസ് എന്താണ്? 1 2 3 4 എക്സെട്ര. ഇത് 1 എന്ന കോമൺ ഡിഫറൻസ് കൂട്ടിപ്പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ 2 4 6 8 എക്സെട്ര ഈവൻ നമ്പേഴ്സ്, കോമൺ ഡിഫറൻസ് 2 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. പിന്നെ 1 3 5 7 എക്സെട്ര ഓഡ് നമ്പേഴ്സ്, ഇതും കോമൺ ഡിഫറൻസ് 2 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ക്ലിയർ ആണേ? എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള പ്രാഥമികമായ ഒരു അടിത്തറ നമ്മൾ നേടി. ഇനി ഇതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ പ്രത്യേകത, എന്തായാലും ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എന്തുണ്ടാവും? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. ഇനി എല്ലായിടത്തും കോമൺ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്താണ്? ആ അരിത്തമെറ്റിക് സീക്വൻസ് തുടങ്ങുന്ന ആരംഭിക്കുന്ന ഒരു ടേം ഉണ്ടാവും അല്ലെ. ഞാനിപ്പോ റൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അവർ ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തുടങ്ങുന്ന ടേം, അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം എന്ന് വിളിക്കും. എന്താണ് ഫസ്റ്റ് ടേം? ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഡി ഉപയോഗിച്ചാണ്. നൊട്ടേഷൻ ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. നോക്കിക്കോളൂ, ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിയോളൂ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ AP, അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഷോർട്ട് ഫോം ആണ് എന്തെന്ന് പറയുന്നത്? AP എന്ന് പറയുന്നത്. അതൊരു സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ആണ്. ഓക്കെ, സീക്വൻസും ഉണ്ട് സീരീസും ഉണ്ട്, അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ കോമ ഇട്ട് എഴുതുന്നതിനെയാണ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് സീക്വൻസ് ആണ് പഠിക്കാനുള്ളത്. ആ കോമയ്ക്ക് പകരം ഒരു പ്ലസ് ചിഹ്നം ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ the difference between any two consecutive terms, consecutive എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള, അതായത് നെക്സ്റ്റ് നിയർ ആയിട്ടുള്ള, അതിനെയാണ് കോൺസിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. the difference between എന്താണ്? the difference between any two consecutive numbers is a constant value. അതായത് ആ ഒരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് 2 കോൺസിക്യൂട്ടീവ് വാല്യൂ എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് എടുത്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം കോൺസ്റ്റന്റ് ആയിരിക്കണം, ഒന്ന് തന്നെ ആയിരിക്കണം, ഒരേ ഉത്തരമായിരിക്കണം കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 5 10
15, 20 എക്സെട്ര. ഓക്കെ, ഇവിടത്തെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 5 ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക, അല്ലെങ്കിൽ എന്ത് കൂട്ടിയാണ് പോകുന്നത് നോക്കുക. 5 കൂട്ടിയാണ് പോകുന്നത്, ശരിയാണല്ലോ. ഒറ്റ നോട്ടത്തിൽ പറയാം, ഇത് 5 കൂട്ടിയാണ് പോകുന്നത്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഇനി ഏതെങ്കിലും 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസിന്റെ ഡിഫറൻസ് എടുക്കുന്നതാണ് 5. ഇപ്പൊ 10ൽ നിന്ന് 5 കുറച്ചാൽ, അതായത് രണ്ടാമത്തെ ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ, ടേമിനെ നമുക്ക് ടി എന്ന അക്ഷരം ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യാം. T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറയ്ക്കുക. 10ൽ നിന്ന് 5 കുറച്ചാൽ എന്ത് കിട്ടും? 5 കിട്ടും. ഓക്കെ, ഇനി തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാലോ? തേർഡും സെക്കൻഡ് കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ളതേ കുറയ്ക്കാൻ പറ്റുള്ളൂ. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറച്ചാൽ, തേർഡ് ടേം 15 ആണ്, സെക്കൻഡ് ടൈം 10 ആണ്. 15ൽ നിന്ന് 10 കുറച്ചാലും എന്ത് കിട്ടും? 5 കിട്ടും. അപ്പോഴെല്ലാം തന്നെ ഏത് അടുത്തടുത്തുള്ള 2 ടേംസിന്റെ ഡിഫറൻസ് എടുത്താലും, അതാണ് ഇവിടെ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. അപ്പൊ ഈ ഡെഫിനിഷൻ നന്നായിട്ട് പഠിച്ചോണം. ഒരു സീക്വൻസിനകത്ത് ഏത് 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വാല്യൂവിന്റെ ഡിഫറൻസ് എടുത്താലും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടണം. ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഉത്തരത്തിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അത്തരത്തിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഉത്തരമാണ് ഒരു സീക്വൻസിലെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ടേമുകളുടെ ഡിഫറൻസ് എങ്കിൽ അത്തരം സീക്വൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. അപ്പൊ എന്താണ് എന്നുള്ള പ്രാഥമികമായ ധാരണ ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ ആണേ, സംഭവം സെറ്റാണേ. ഇനി എങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. നോക്കണേ, ദിസ് ഈസ് ദ ജനറൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ജനറൽ ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ജനറൽ ഫോം അല്ലെങ്കിൽ ജനറൽ റെപ്രസെന്റേഷൻ ശ്രദ്ധിച്ചിരിക്കാം. നോക്കിക്കോ, ജനറൽ ആയിട്ട് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനെ ഡിനോട്ട് ചെയ്യുന്നത് a plus d, a plus 2d, a plus 3d etc. up to a plus n minus 1 into d എന്നാണ്. ഓക്കെ, ആൾക്കാരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. എ എന്ന് പറയുന്നത് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഫസ്റ്റ് ടേം ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ ആണേ. ഡി എന്ന് പറയുന്നത് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ് ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. ഇത് രണ്ടും നമ്മൾ പരിചയപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് പുതിയൊരാളെ നിങ്ങൾ കാണുന്നുണ്ട്, എന്നിനെ കാണുന്നുണ്ട്. എന്നിനെ അല്ലെ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എത്ര ടേംസ് ഉണ്ട് അതിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? എന്ന് സൂചിപ്പിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? a plus d, a plus 2d, a plus 3d, a plus 4d etc. up to a plus n minus 1 into d. അവിടെ a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ ആണല്ലോ. 1-2 ഉദാഹരണങ്ങൾ നമുക്ക് എഴുതാം. എക്സാമ്പിൾസ് നോക്കിയോളൂ. a plus n minus 1 into d യെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ 5, കോമൺ ഡിഫറൻസ് 4 ആയിട്ട് എടുത്താൽ 5 4 9, 9 4 13, 13 4 17 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അവിടുത്തെ എല്ലാ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഏത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതിയാലും ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് എഴുതി ശീലിക്കുക. ഫസ്റ്റ് ടേം 5, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ടേമുകളുടെ ഡിഫറൻസ് എടുത്താൽ മതി. 9ൽ നിന്നും 5 കുറച്ചാൽ എന്ത് വരും? 4 വരും ആൻസർ. ശരിയാണ്. 13ൽ നിന്ന് 7 കുറച്ചാലും 4 വരും. 17ൽ നിന്ന് 13 കുറച്ചാലും 4 വരും. 13ൽ നിന്ന് 9 കുറച്ചാലും 4 വരും. 9ൽ നിന്ന് 5 കുറച്ചാലും 4 വരും. അപ്പൊ എങ്ങനെ നോക്കിയാലും കോമൺ ഡിഫറൻസ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ടേമുകളുടെ ഡിഫറൻസ് എടുത്താൽ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടും.
ഓക്കെ, ഇനി ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അവസാനിക്കുന്ന ടേമിനെ നമ്മൾ അതിന്റെ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എവിടെ അവസാനിക്കുന്നു എന്ന് അറിയില്ല, അതുകൊണ്ട് ഒരു ജനറൽ ടേമിൽ അവസാനിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കും. ആ ജനറൽ ടേമിനെയാണ് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ n-ാം പദം അഥവാ nth ടേം എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ nth ടേം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് a+n-1 ഇത് വിശദമായിട്ട് അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാ. nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, nth ടേം ഇസ് ഈക്വൽ ടു a+n-1 d. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം എന്ന് പറയുന്നതാണ് എന്ത്? a+n-1 d എന്ന് പറയുന്നത്. n-ാം പദം അഥവാ nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നതാണ് എന്ത്? a+n-1 d. ഓക്കെ ആണേ. ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നൊട്ടേഷൻസ് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് പോവുക. നൊട്ടേഷൻസ് ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. നൊട്ടേഷൻസ് ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ടിംഗ് ലെറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു AP അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് we come across some main terms which are denoted as. അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തെ മെയിൻ ആയിട്ടുള്ള ടേംസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ചില നൊട്ടേഷൻസ് ഉപയോഗിക്കും. ആ നൊട്ടേഷൻസ് സ്റ്റാൻഡേർഡ് ആണ്. എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ നൊട്ടേഷൻ ഉപയോഗിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ആ നൊട്ടേഷൻ വൈഡ്ലി അക്സെപ്റ്റഡ് നൊട്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ആ നൊട്ടേഷൻ എന്ത് വ്യക്തമാക്കുന്നു എന്ന് ക്വസ്റ്റ്യനിൽ പറയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് പ്രത്യേകം മനസ്സിലാക്കുക. എ എന്ന് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ AP-യിലെ ഒരു ചോദ്യമാണെങ്കിൽ അവർ ആ എ ഫസ്റ്റ് ടേം ആണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞു തരണ്ട. അല്ലാതെ തന്നെ നമ്മൾ അറിയണം എ ഫസ്റ്റ് ടേം ആണെന്നുള്ളത്. ഓക്കെ, അപ്പം എ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം, ഡി എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ്, nth ടേം എന്ന് പറഞ്ഞാൽ an, സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് Sn. ഇതൊക്കെ സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. nth ടേമിനെ ഫസ്റ്റ് ടേം ചില ടെക്സ്റ്റുകളിൽ സ്മോൾ ലെറ്റർ എഫ് കാണാറുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്മോൾ ലെറ്റർ എ തന്നെ ഉപയോഗിച്ചാൽ മതി. സ്മോൾ ലെറ്റർ എഫ് ആണ് തരുന്നതെങ്കിൽ അവർ സ്പെസിഫൈ ചെയ്യും എഫ് ഫസ്റ്റ് ടേം ആണെന്നുള്ളത് കേട്ടോ. nth ടേം an മാത്രമല്ല എക്സാമിന് കാണാറുള്ളത്. എക്സാമിന് xn എന്ന രീതിയിലും നൊട്ടേഷൻ കാണാറുണ്ട്, അല്ലെങ്കിൽ tn എന്നുള്ള രീതിയിലും നൊട്ടേഷൻ കാണാറുണ്ട്. ഓക്കെ, ഇതൊക്കെ nth ടേമിന്റെ നൊട്ടേഷൻസ് ആണ്. പല രീതിയിൽ വരാറുണ്ട്. അപ്പൊ അത് nth ടേമിനെ നമ്മൾ an എന്നുള്ള രീതിയിൽ മാത്രമല്ല ക്വസ്റ്റ്യനിൽ കാണാറുള്ളത്. ചിലപ്പോൾ xn എന്ന് കാണാറുണ്ട്, ചിലപ്പോൾ tn എന്നും കാണാറുണ്ട്. അതെല്ലാം തന്നെ എന്തിന്റെ നൊട്ടേഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. nth ടേമിന്റെ നൊട്ടേഷൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്കിനി എന്ത് പരിചയപ്പെടണം? അടുത്തതായിട്ട് നമുക്ക് ഓരോ ആൾക്കാരെയും ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ടേമിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഒരു സമാന്തര ശ്രേണി, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആദ്യ പദം അത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് ടേം. അത് ഈസിലി ഐഡന്റിഫയബിൾ ആണ്. ഓക്കെ, കോമൺ ഡിഫറൻസിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഏത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേമിന്റെ ഡിഫറൻസ് എടുത്താലും ആ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ആ കോൺസ്റ്റന്റ് ആയ ഡിഫറൻസിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസിന്റെ ഡെഫിനിഷനും അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നമുക്ക് എഴുതി വെക്കാം. നോക്കുക, കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇൻ ദിസ് പ്രോഗ്രഷൻ ഫോർ എ ഗിവൺ സീരീസ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒരു ഗിവൺ സീരീസിനകത്ത് ദ ടേംസ് യൂസ്ഡ് ആർ ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് ആൻഡ് nth ടേം. ഓക്കെ, സപ്പോസ് a1 a2 a3 എക്സെട്ര അപ് ടു an എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാം? ആ ഇക്വേഷൻ എഴുതിക്കോളൂ. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു a2 മൈനസ് a1 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അല്ലെങ്കിൽ a3യിൽ നിന്നും a2 കുറച്ചാലും കോമൺ ഡിഫറൻസ് ആണ്. ഓർ ജനറലി നമുക്ക് എങ്ങനെ പറയാം? ഓർ ജനറലി an+1ൽ നിന്നും an കുറച്ചു കഴിഞ്ഞാൽ അതെന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അതായത് ഒരു n+1th ടേമിൽ നിന്നും nth ടേം കുറയ്ക്കും. ഇപ്പൊ n-ന് ഞാൻ 1 കൊടുത്താൽ a2ൽ നിന്നും a1 കുറയ്ക്കണം. n-ന് 2 കൊടുത്താൽ
A3-ൽ നിന്നും A2 കുറക്കണം. n-ന് ഞാൻ 3 കൊടുത്താൽ A4-ൽ നിന്നും A3 കുറക്കണം. n-ന് ഞാൻ 5 കൊടുത്താൽ A6-ൽ നിന്നും A5 കുറക്കണം. അപ്പൊ ജനറൽ ആയിട്ട് വേണമെങ്കിൽ എന്ത് പറയാം? ഒരു an+1-ൽ നിന്നും an കുറയ്ക്കുന്നതാണ് എന്ത്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു an+1-ൽ നിന്നും an കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ a വെച്ച് മാത്രമല്ല t വെച്ചുണ്ട്, സോറി, a വെച്ച് മാത്രമല്ല t വെച്ചും ചിലപ്പോൾ കാണാറുണ്ട്. ഒരു tn+1-ൽ നിന്നും tn കുറയ്ക്കുന്നതാണ് എന്ന് പറയാം, അല്ലെ? അല്ലെങ്കിൽ ഒരു tn-ൽ നിന്നും തൊട്ട് മുൻപുള്ള ടേമായ tn-1 കുറയ്ക്കുന്നതാണ് കോമൺ ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം തന്നെ എന്താണ്? കോമൺ ഡിഫറൻസുകളാണ്. ജനറൽ നൊട്ടേഷൻ ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ഓർത്ത് വെക്കുക? ഒരു ജനറൽ നൊട്ടേഷൻ ഓർത്ത് വെക്കുക. അത് ഒരു പ്രാവശ്യം വന്നുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സിമ്പിൾ ആയിട്ട് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേമുകളുടെ ഡിഫറൻസ് സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടൈം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും, അല്ലെ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? T2 മൈനസ് T1, അല്ലെ? സെക്കൻഡ് ടേമിൽ നിന്നും എന്ത് കുറച്ചാൽ മതി? ഫസ്റ്റ് ടേം കുറച്ചാൽ മതി. അതായത് D is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ രണ്ടാമത്തെ ടേമിൽ നിന്നും ആദ്യത്തെ ടേമിനെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ശരിയാണേ? കോമൺ ഡിഫറൻസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ രണ്ടാമത്തെ ടേമിൽ നിന്നും നമ്മൾ ആദ്യത്തെ ടേമിനെ മൈനസ് ചെയ്ത് മാറ്റിയാൽ മതി. ക്ലിയർ ആയിട്ട് മനസ്സിലായോ നോക്കണേ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ നോക്കണേ? സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം എന്ന് പറയുന്നത് എന്താണ്? ഇത് നേരത്തെ നമ്മളൊന്ന് പരാമർശിച്ചു. nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം is equal to a plus n-1 into d. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? a plus n-1 into d എന്ന് പറയുന്നതാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ബേസിക്കലി ഒറ്റ നോട്ടത്തിൽ പിടികിട്ടും. a എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. a എന്ന് പറഞ്ഞാൽ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഫസ്റ്റ് ടേം ആണ്. a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആണ്, അല്ലെ? നമ്പർ ഓഫ് ടേംസ് ആണ്. d എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്, അല്ലെ? കോമൺ ഡിഫറൻസ് ആണ്. എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. ഓക്കെ, ഈ nth ടേമിന്റെ പ്രത്യേകത, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ എത്രാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? nth ടേമിനെ ഉപയോഗിക്കാം. ശരിയല്ലേ? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എത്രാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ആരുടെ സഹായം ഉപയോഗിക്കാം? nth ടേമിന്റെ സഹായം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതിന്റെ എക്സാമ്പിളുകൾ നോക്കാം നമുക്ക്. എനിക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 10ാമത്തെ ടേം വേണം. അങ്ങനെയാണെങ്കിൽ n-ന് ഞാൻ എന്ത് കൊടുത്താൽ മതി? 10 കൊടുത്താൽ മതി. അപ്പൊ എന്ത് വരും? 10th ടേം, അല്ലെ? 10th ടേം എന്ന് പറഞ്ഞാൽ എന്ത് വരും? a plus n-ന് 10 കൊടുത്താൽ 10-1 into d. ഓക്കെ, അതെന്താണ്? a plus 9d, അല്ലെ? a plus 9d. അപ്പൊ 10ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a plus 9d. അപ്പൊ ഒരു കാര്യം ഒബ്സർവ് ചെയ്യാലോ, ഇവിടെ 10 ആണെങ്കിൽ അതിൽ നിന്ന് 1 കുറച്ചിട്ട് 9 ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ ആണേ? അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ടേം എന്തായിരിക്കും? 20th ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a plus 20-ൽ നിന്ന് 1 കുറച്ച് 19d ആയിരിക്കും, അല്ലെ? a plus 19d ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 99ാമത്തെ ടേം എന്തായിരിക്കും? 99th ടേം എന്തായിരിക്കും? a plus, ഇപ്പൊ 20-ൽ നിന്ന് 1 കുറച്ചിട്ടാണ് 19 വന്നത്. അതേപോലെ 99-ൽ നിന്ന് 1 കുറച്ച് 98d, അല്ലെ? a plus 98d. അപ്പൊ അതേപോലെ എത്രാമത്തെ ടേം ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. പിടികിട്ടിയോ? 99-ൽ നിന്ന് 1 കുറച്ച് 98. അപ്പം ഒരു സമാന്തര ശ്രേണിയിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തെ എത്രാമത്തെ ടേം ചോദിച്ചാലും
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, nth ടേമിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. ശരിയാണ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എത്രാമത്തെ ടേം ആവശ്യപ്പെട്ടാലും നമുക്ക് nth ടേമിന്റെ സഹായത്തോടു കൂടി അതെന്ത് ചെയ്യാനായിട്ട് പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ മക്കളെ? ക്ലിയർ അല്ലേ? ഇപ്പൊ nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിക്കുക, പരീക്ഷയ്ക്ക് ഇത് ഉപയോഗം വരും. nth ടേം സിലബസിൽ എടുത്തു പറയുന്ന സാധനം കൂടിയാണ്. ഓക്കെ, ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ബേസിക് ആയിട്ട് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനെ രണ്ടായി തിരിക്കാം. ഓക്കെ, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഇതങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. ടൈപ്സ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ടൈപ്സ് ഓഫ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഒന്നാമത്തത് ഫൈനൈറ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, രണ്ടാമത്തത് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഓക്കെ, അതായത് ഫൈനൈറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ഏതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എടുത്താലും ഫസ്റ്റ് ടേം ഉണ്ടാവും, ലാസ്റ്റ് ടേമും ഉണ്ടെങ്കിൽ അത് ഫൈനൈറ്റ് ആണ്. ലാസ്റ്റ് ടേം നമുക്ക് പറയാൻ പറ്റുന്നില്ല, അനന്തത വരെ നീണ്ടു നിൽക്കുന്ന ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ, ഇൻഫിനിറ്റി വരെ നീണ്ടു നിൽക്കുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിനെ ഇൻഫൈനൈറ്റ് AP എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി എണ്ണിയെടുക്കാൻ പറ്റുന്ന കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ടേംസ് മാത്രമുള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഫൈനൈറ്റ് AP എന്നും വിളിക്കും. ഓക്കെ, കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ടേംസ് ഉള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഫൈനൈറ്റ് AP എന്ന് വിളിക്കും. എണ്ണിയെടുക്കാൻ പറ്റാത്തത്രയും അനന്തമായ സംഖ്യകളുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഫൈനൈറ്റ് AP എന്നും വിളിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇനി അതിന്റെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ ഫൈനൈറ്റ് AP എന്നും വിളിക്കും. ഫൈനൈറ്റ് APയുടെ പ്രത്യേകത അതിനൊരു ലാസ്റ്റ് ടേം ഉണ്ടായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ടേം ഉണ്ടെങ്കിലല്ലേ എണ്ണിയെടുക്കാൻ പറ്റുള്ളൂ എത്ര ടേം ഉണ്ടെന്ന്, ശരിയല്ലേ? അതിനൊരു ഉദാഹരണമാണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്, അവസാനത്തെ ടേം 21 ആണ്. ലാസ്റ്റ് ടേം ഉണ്ടോ, അത് ഫൈനൈറ്റ് ആയി. ശരിയാണേ? ക്ലിയർ? ലാസ്റ്റ് ടേം ഉണ്ടോ, അത് ഫൈനൈറ്റ് ആയി. ഇനി ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണുള്ളതെങ്കിൽ, അഥവാ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ നോട്ട് ഹാവ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ അതിനെയാണ് ഇൻഫൈനൈറ്റ് എന്ന് വിളിക്കുക. ഇൻഫൈനൈറ്റ്, അത് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റില്ല. ഇൻഫൈനൈറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ പ്രത്യേകത, ഇൻഫൈനൈറ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എന്തുണ്ടാവില്ല, ഡസ് നോട്ട് ഹാവ് എ ലാസ്റ്റ് ടേം. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ഒരു അവസാന പദം, ലാസ്റ്റ് ടേം ഉണ്ടാവില്ല. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75 അവസാനിക്കുന്നില്ല. ഇങ്ങനെ പോയി 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 എക്സെട്ര, അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? സോ അവസാനമില്ലാതെ എക്സെട്ര ഇട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതെവിടെ അവസാനിക്കുന്നു എന്ന് നമുക്കറിയില്ല. അവസാനം അറിയത്തില്ല എങ്കിൽ അത് അനന്തതയിലാണ് അവസാനിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അനന്തതയെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റി. അങ്ങനെ ഇൻഫിനിറ്റി വരെ നീളുന്ന ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ, അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ, അത്തരത്തിലുള്ള അരിത്തമെറ്റിക് സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫൈനൈറ്റ് AP. എന്താണ്? ഇൻഫൈനൈറ്റ് AP. ക്ലിയർ ആണേ? ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് ഫൈനൈറ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിലാണ് നമ്പർ ഓഫ് ടേംസ് എടുക്കാൻ പറ്റുന്നത്. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എന്തുണ്ടാവില്ല, നമുക്ക് ഇത്ര ടേംസ് ഉണ്ട് എന്ന് നമുക്ക് എണ്ണി പറയാൻ പറ്റില്ല. ഫൈനൈറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഫൈനൈറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും കൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. നമ്പർ ഓഫ് ടേംസ്, നമ്പർ ഓഫ് ടേംസ്. ഫൈനൈറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും, ലാസ്റ്റ് ടേം ഉണ്ടാവും. ഓക്കെ, ആ ലാസ്റ്റ് ടേം ഞാൻ LT എന്ന് എടുക്കുകയാണ്. ലാസ്റ്റ് ടേം നിങ്ങൾ ഫുൾ ആയിട്ട് എഴുതിക്കോണം. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഷോർട്ട് ഫോം ഉപയോഗിക്കുന്നതേ ഉള്ളൂ. LT എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. ഓക്കെ, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം FT എന്ന് എടുക്കുകയാണ്. FT എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. FT എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ D. D എന്ന് പറഞ്ഞാൽ
കോമൺ ഡിഫറൻസ് പ്ലസ് ഒരു 1 ഉണ്ട് കേട്ടോ, പ്ലസ് ഒരു 1 ഉണ്ട്, ഇത് മറന്നു പോരുത്. ഇവിടെ ഒരു പ്ലസ് 1 കൂടെ ഉണ്ട്, ഫോർമുലക്കകത്ത് ഒരു പ്ലസ് 1 ഉണ്ട്. ഓക്കെ, സോ ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല. നമ്പർ ഓഫ് ടേംസ് എങ്ങനെയുള്ള പ്രോഗ്രഷന് മാത്രമേ ഉണ്ടാവുള്ളൂ? ഫൈനൈറ്റ് ആയിട്ടുള്ള പ്രോഗ്രഷന് മാത്രമേ നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവുള്ളൂ. ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ ലാസ്റ്റ് ടേം ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ടേം ഉണ്ടെങ്കിലേ ഫൈനൈറ്റ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ നമ്പർ ഓഫ് ടേംസ് ഉള്ളൂ. അപ്പൊ ആ നമ്പർ ഓഫ് ടേമിൽ ഉറപ്പായിട്ട് ഫോർമുലയിൽ ലാസ്റ്റ് ടേം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫോർമുല എന്തായിരിക്കും? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ആ പ്ലസ് 1 മാറി നിൽക്കുന്ന ആളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടത്തെ ഉദാഹരണത്തിൽ തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് പയറ്റി നോക്കിയാലോ? സോ ഇവിടെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ ലാസ്റ്റ് ടേം 21 മൈനസ് ഫസ്റ്റ് ടേം 3 ബൈ കോമൺ ഡിഫറൻസ് എന്ത് കൂട്ടിയാണ് പോകുന്നത് നോക്കുക. എന്ത് കൂട്ടിയാണ് പോകുന്നത്? 2 കൂട്ടിയാണ് പോകുന്നത്. ശരിയാണേ, 2 കൂട്ടിയാണല്ലോ പോകുന്നത്. ക്ലിയർ ആണല്ലോ? 3 2 5, 5 2 7, 7 2 9 പ്ലസ് 1. 21 നിന്നും ഇനി കുറച്ച് മനസ്സിൽ ചെയ്യാം. 21 നിന്നും 3 കുറച്ചാൽ എന്ത് കിട്ടും? 21 നിന്നും 3 കുറച്ചാൽ 18. 18ന്റെ പകുതി 9. 9 പ്ലസ് 1, 9 1 എത്രയാണ്? 10. അപ്പൊ നമുക്ക് 10 ടേംസ് ഉണ്ടെന്നാ കിട്ടിയേക്കുന്നത് ഈ ഫോർമുല പ്രകാരം അല്ലെ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്നുള്ള ഫോർമുല പ്രകാരം എനിക്ക് 10 ടേംസ് എന്നാ കിട്ടിയേക്കുന്നത്. ശരിയാണോ എന്ന് നോക്കിയാലോ? നോക്കിക്കേ, 3 ആദ്യമത്തെ ടേം, 5 രണ്ടാമത്തെ ടേം, 3 4 5 6 7 8 9 10. പക്ക കറക്റ്റ് 10 ടേംസ്. ഓക്കെ ആണേ. ഇപ്പൊ നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇപ്പൊ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എത്ര ടേംസ് ഉണ്ട് എന്നെങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലാസ്റ്റ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ച് കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ച് 1 കൂട്ടണം. ലാസ്റ്റ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ച് കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ച് 1 കൂട്ടണം. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 is the equation used to calculate the number of terms in an arithmetic progression. സെറ്റ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഇപ്പൊ ഇക്വേഷൻ സെപ്പറേറ്റ് നോട്ട് ചെയ്ത് ഒരു ബോക്സ് വരച്ചിട്ടോണേ. നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഒന്ന് എഴുതി തരാം. നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു ഒന്ന് നോട്ട് ചെയ്തോണേ. നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഇതാണ് എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തെ ടേംസിന്റെ എണ്ണം, പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന ഫോർമുലയാണ് നമ്മളിത് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? സംഭവം സെറ്റാണേ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ? യെസ്. ഇനി സിലബസ് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് ഒരേ ഒരു കാര്യം കൂടിയാണ്, സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ധാരാളം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതോടെ ഈ സം ഓഫ് n ടേമിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് പൂർണ്ണമാവും. സം ഓഫ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം? 2 ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ 2 ഇക്വേഷൻസ് ഹൃദിസ്ഥമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കണേ, Sn is equal to നൊട്ടേഷൻ നമ്മൾ ആദ്യമേ പരിചയപ്പെട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇവിടെ നമ്മൾ ഇന്ന് എഴുതി വെച്ചില്ല ആദ്യമേ, സം ഓഫ് n ടേംസ്. വേണ്ട നൊട്ടേഷൻ നോക്കിക്കേ, സം ഓഫ് n ടേംസ് നൊട്ടേഷൻ എന്താണ്? Sn ആണ്. Sn. ഓക്കെ, നൊട്ടേഷൻസ് ഉൾപ്പെടെ പഠിച്ചോണേ എല്ലാം.
ശ്രദ്ധിച്ചിരിക്കുക, സം ഓഫ് n ടേംസ് അഥവാ Sn ഇസ് ഈക്വൽ ടു, ആദ്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന ഫോർമുലയാണ് ആദ്യം പഠിച്ചു വെക്കേണ്ടത്. ഓർ മറ്റൊരു ഫോർമുലയുണ്ട്, ലാസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. Sn ഇസ് ഈക്വൽ ടു എന്താണ്? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പൊ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഏതൊക്കെയാണ് ഫോർമുല? ഒന്ന് Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ n ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഇക്വേഷൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് ലാസ്റ്റ് ടേം നമ്മുടെ കയ്യിലുള്ളപ്പോഴാണ്. ആദ്യത്തെ ഇക്വേഷനിൽ ലാസ്റ്റ് ടേമിന്റെ ആവശ്യമില്ല, പകരം എന്ത് വേണം? കോമൺ ഡിഫറൻസ് വേണം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുക. അത് സീക്വൻസ് തരുന്ന കേസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യത്തെ ഇക്വേഷൻ ആണ്. സീക്വൻസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്പർ ഓഫ് ടേംസും നമുക്ക് ഒപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് ടേം നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് പ്രിഫറബിൾ. പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. സംഭവം ക്ലിയർ ആണേ. ഇപ്പൊ ഈ ഫോർമുലക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരെല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. ഓരോരുത്തരായിട്ട് പറഞ്ഞേ. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഇവിടെ n നമ്പർ ഓഫ് ടേം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a ആണ്, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും. ലാസ്റ്റ് ടേമിനെ നമ്മൾ ജനറലി xn എന്നൊക്കെ ഡിനോട്ട് ചെയ്യാറുണ്ട് പൊതുവെ. ഈ ഫോർമുല ഒന്ന് ചുരുക്കി എഴുതണം എന്നുണ്ടെങ്കിൽ Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ a, ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ xn എന്നോ an എന്നോ അല്ലെങ്കിൽ tn എന്നോ ഒക്കെ പല ടെക്സ്റ്റുകളിലായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ്. ഇക്വേഷൻസ് പഠിച്ചിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നമ്മുടെ ജോലി. ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തു. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പഠിച്ചു, ഉദാഹരണങ്ങൾ എഴുതി, ഫസ്റ്റ് ടേം നൊട്ടേഷൻ പഠിച്ചു, കോമൺ ഡിഫറൻസ് എന്താണെന്ന് പഠിച്ചു, നൊട്ടേഷൻ പഠിച്ചു, ലാസ്റ്റ് ടേമിനെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ നടത്തി, nth ടേം എന്താണെന്ന് പഠിച്ചു, nth ടേമിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. a പ്ലസ് n-1 ഇൻറ്റു d ആണ് nth ടേം. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എത്രാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് nth ടേമിന്റെ സഹായം തേടാമെന്ന് പഠിച്ചു. അരിത്തമെറ്റിക് പ്രോഗ്രഷനെ രണ്ടായി തരം തിരിക്കാമെന്ന് പഠിച്ചു, ഫൈനൈറ്റും ഇൻഫൈനൈറ്റും. ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ലാസ്റ്റ് ടേം ഉണ്ടാവും. അവിടെ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ച് കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചൊന്ന് കൂട്ടിയാൽ മതി. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഉപയോഗിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പ്രധാനമായും രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്ന് പറഞ്ഞ ഇക്വേഷനും ഉണ്ട്. അല്ലെങ്കിൽ Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനും നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ സിലബസ് പ്രകാരം പഠിച്ചിരിക്കേണ്ട ഫോർമുലാസ് ഞാൻ ഒന്ന് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഒന്ന് കോളം വരച്ച് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആദ്യം തന്നെ ഓർത്തിരിക്കേണ്ടത് ജനറൽ ടേം a പ്ലസ് d, a പ്ലസ് 2d എക്സെട്ര. nth ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് n-1 ഇൻറ്റു d. സം ഓഫ് n ടേം n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d എന്നുള്ളൊരു ഫോർമുല ഉണ്ട്. ലാസ്റ്റ് ടേം l ആണെങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ലാസ്റ്റ് ടേം സ്മോൾ ലെറ്റർ l ആണ് ലാസ്റ്റ് ടേം എങ്കിൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ ആദ്യം പഠിച്ച ഫോർമുല n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ഈ നമ്പർ ഓഫ് ടേംസിന്റെ ഫോർമുലയും കൂടെ വേണമെന്നുള്ളൊരു ആഡ് ചെയ്തേക്കൂ. ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ടേംസ്
നമ്പർ ഓഫ് ടേംസ് കോമ n is equal to എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല. ഓക്കെ ആണേ? ക്ലിയർ ആണേ? സിമ്പിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യനിൽ നമുക്ക് തുടങ്ങിയാലോ? ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഹിയർ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 1. എ എന്ന് പറയുന്നത് 10 ആണ്, ഡി എന്ന് പറയുന്നതും 10 ആണ്. ഫസ്റ്റ് ടേമും 10 അല്ലെ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10, കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തെ ആദ്യത്തെ 4 ടേംസ് എന്താണ് എന്നാണ് ചോദ്യം. ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി അടുത്ത ടേം 10ന്റെ കൂടെ 10 കൂട്ടി 20, 20ന്റെ കൂടെ 10 കൂട്ടി 30, 30ന്റെ കൂടെ 10 കൂട്ടി 40. സോ 10, 20, 30, 40. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരുന്നത്. ശരിയാണേ? 10, 20, 30, 40. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ ചോദ്യം ഓക്കെ ആണല്ലോ? സംശയങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2. The first term and common difference of the arithmetic progression. ഒറ്റ നോട്ടത്തിൽ ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം ആരാണ്? 3 ആണ് അല്ലെ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. സെക്കൻഡ് ടേം ആരാണ് ഇവിടെ? 1 ആണ് അല്ലെ? 1. അതിൽ നിന്നും ഫസ്റ്റ് ടേം ആയിട്ടുള്ള 3 കുറച്ചാൽ മതി. 1ൽ നിന്ന് 3 കുറച്ചാൽ -2 ആണ് ആൻസർ വരിക. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ആൻഡ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -2. 3 ആൻഡ് -2 അല്ലെ? ഓപ്ഷൻ സി 3 ആൻഡ് -2 എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 3 ആൻഡ് -2. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണേ? സിമ്പിൾ ആയിട്ടുള്ളതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. പതുക്കെ പതുക്കെ നമുക്ക് ലെവൽ കൂട്ടി വരാം. ക്ലിയർ? മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തെ 30ാമത്തെ ടേം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അല്ലെ? അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്തെ 30ാമത്തെ ടേം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ജോലി. അപ്പൊ എത്രാമത്തെ ടേം കണ്ടുപിടിക്കണമെങ്കിലും nth ടേം എഴുതണം. ഓക്കെ, നമുക്കറിയാം nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം എന്ന് പറഞ്ഞാൽ a plus n-1 into d ആണ് അല്ലെ? a plus n-1 into d ആണ്. അങ്ങനെയാണെങ്കിൽ 30ാമത്തെ ടേം എന്തായിരിക്കും? a plus 30ൽ നിന്ന് 1 കുറച്ച് 29d അല്ലെ? a plus 29d. അവിടെ a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താണ്? 10. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് എന്താണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറക്കണം. 7ൽ നിന്ന് 10 കുറക്കുക. ആൻസർ എന്ത് വരും? -3 വരും. ഓക്കെ ആണേ? അതെല്ലാം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 പ്ലസ് 29 ഗുണം -3. ഓക്കെ, ഇപ്പൊ ഗുണനത്തിന്റെ അവിടെ ഞാനൊന്ന് ബ്രാക്കറ്റ് ഇട്ടു. ബോഡ്മാസ് റൂൾ എല്ലാവർക്കും അറിയാം. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ്, പിന്നെ ചെയ്യേണ്ടത് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷന് ശേഷമാണ് അഡിഷൻ വരുന്നത്. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് 10 പ്ലസും മൈനസും തമ്മിൽ ഗുണിച്ചാൽ -29 ഗുണം 3 9 3 27 7 ശിഷ്ടം 2 23 6 2 8. 10ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 87 കുറയ്ക്കുക. 10ൽ നിന്ന് 87 കുറച്ചാൽ എന്ത് വരും? -77 വരും ആൻസർ. -77. ഓപ്ഷൻ സി. ഓക്കെ ആണേ? വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ ചിഹ്നം 87ൽ നിന്ന് 10 കുറച്ചാൽ 77, വലുത് 87, ചിഹ്നം മൈനസ്. അപ്പൊ -77 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണോ നോക്കണേ? -77 ഇസ് ദ കറക്റ്റ് ആൻസർ. ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു സമാന്തര ശ്രേണി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ എത്രാമത്തെ ടേം കണ്ടുപിടിക്കാനാണ് ചോദ്യം? 11ാമത്തെ 11th ടേം കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കുന്നു. 11th ടേം എന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി? 11th ടേം എന്ന് പറഞ്ഞാൽ a + 10d ആണ് അല്ലെ? 11th ടേം എന്ന് പറഞ്ഞാൽ a + 10d ആണ്.
എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം -3. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക. സെക്കൻഡ് ടേം -12 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -3. ഓക്കെ, സോ -12 2 മൈനസ് ചേർന്ന് +3 ആവും. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു ബൈ 1 കൊടുത്ത് ക്രോസ് ചെയ്യുക. 1 × -1 -1 +2 × 3 6 ബൈ 1 × 2 എന്താണ് 2. സോ 6ൽ നിന്ന് 1 കുറച്ച് 5/2 വരും ആൻസർ അല്ലെ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് 5/2. ഓക്കെ ആണല്ലോ. യെസ്, ഇപ്പൊ കോമൺ ഡിഫറൻസുമായി ഫസ്റ്റ് ടേമുമായി അല്ലെ. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -3, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5/2. ഓക്കെ, ഇനി അത് നമുക്ക് 11th ടേം കണ്ടുപിടിക്കേണ്ട സ്ഥലത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് പറഞ്ഞേ 11th ടേം ഇസ് ഈക്വൽ ടു a പ്ലസ് 10d ഇസ് ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ -3 പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5/2. ഓക്കെ, സോ ഇവിടെ 2ഉം 5ഉം തമ്മിൽ 10ഉം തമ്മിൽ കട്ട് ചെയ്തു, നമ്മൾ 5 എന്ന് എഴുതി. സോ -3 പ്ലസ് 5 × 5 25. ബോർഡ് മാസ് പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 25ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ് 22 വരും ആൻസർ. ഓപ്ഷൻ ബി 22 ആണ് നമ്മുടെ ആൻസർ വരും. ഓക്കെ ആണേ. 25ൽ നിന്ന് 3 കുറച്ചാൽ 22. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ കൈ നിൽക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. സോ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് 2 ടേംസ് മിസ്സിംഗ് ആണ്. ഇവിടെ ഒരു ടേം മിസ്സിംഗ് ആണ്, ഇവിടെയും ഒരു ടേം മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ടുള്ള 2 ടേംസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒരു കാര്യം ഇവിടെ ഒബ്സർവ് ചെയ്യാം. 2ാമത്തെ ടേം ആണ് 13. 2ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് d എന്ന് പറഞ്ഞാൽ 13. ഓക്കെ, 1 2 3 4ാമത്തെ ടേം ആണ് 3 അല്ലെ. 4ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് 3d, അതാണ് 3. ശരിയാണേ. ഈ 2 ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്യാൻ അറിയാലോ. ഹൗ ക്യാൻ വി സോൾവ് 2 ലീനിയർ ഇക്വേഷൻസ്? ഒരുപാട് മെത്തേഡുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ഇതിനു വേണ്ടി തന്നെ നമുക്കൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പരിചയപ്പെട്ടു, എലിമിനേഷൻ മെത്തേഡ് പരിചയപ്പെട്ടു, പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പരിചയപ്പെട്ടു, ഗ്രാഫിക്കൽ മെത്തേഡ് പരിചയപ്പെട്ടു. അങ്ങനെ ഒരുപാട് മെത്തേഡുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. സോ ഇവിടെ ഈ ചോദ്യത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? എലിമിനേഷൻ ആണ് എളുപ്പം. നേരിട്ട് നമുക്ക് മൈനസ് ചെയ്താൽ മതി അല്ലെ. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 അങ്ങ് കുറച്ചാൽ പോരെ. അപ്പൊ എന്താണ് വരിക? എയിൽ നിന്ന് a കുറച്ചാൽ 0, 3dയിൽ നിന്ന് d കുറച്ചാൽ 2d, 3ൽ നിന്ന് 13 കുറച്ചാൽ -10. ഓക്കെ, 2ൽ നിന്നാണ് 1 കുറക്കുന്നത്. ഇവിടെ ഇങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈനസ് ചെയ്യുന്നത്. ഈ ഡയറക്ഷനിലാണ്. അപ്പൊ എയിൽ നിന്ന് a കുറച്ചാൽ 0, 3dയിൽ നിന്ന് 2d കുറച്ച് കഴിഞ്ഞാൽ 3dയിൽ നിന്ന് d കുറച്ചാൽ 2d, 3ൽ നിന്ന് 13 കുറച്ചാൽ -10. ഓക്കെ, സോ അവിടുന്ന് കോമൺ ഡിഫറൻസ് കിട്ടും. -10/2 എത്രയാണ്? -5. കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? -5. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോമൺ ഡിഫറൻസിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് കൊടുത്താൽ എന്തായി? ഫസ്റ്റ് ടേം ആയി. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് d ഇസ് ഈക്വൽ ടു 13. ആ ഡിയുടെ പ്ലേസിലേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? -5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ a - 5 ഈക്വൽ ടു 13. അവിടുന്ന് a ഇസ് ഈക്വൽ ടു 13 പ്ലസ് 5. ആൻസർ എന്താണ്? 18 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 18. അതിവിടെ പ്ലേസ് ചെയ്തു. ഫസ്റ്റ് ടേം 18 വരുന്ന 2 ഓപ്ഷൻ ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇനി ആ 18ന്റെ കൂടെ -5 കൂട്ടിക്കഴിഞ്ഞാൽ 13. ആ 13ന്റെ കൂടെ -5 കൂട്ടിക്കഴിഞ്ഞാൽ, -5 കൂട്ടുക എന്ന് പറഞ്ഞാൽ 5 കുറക്കുക എന്നാണ് അർത്ഥം. എത്ര വരും? 8 വരും അല്ലെ. ആ 8ന്റെ കൂടെ -5 കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി? 3 ആയി. സീക്വൻസ് ആയല്ലോ. തേർഡ് ടേം എന്ന് പറയുന്നത് 8 ആണ് അല്ലെ. ഈ -5 കൂട്ടി പോയാൽ മതി. -5 കൂട്ടുക എന്ന് പറഞ്ഞാൽ 5 കുറക്കുക എന്നാണ് അർത്ഥം. അപ്പൊ 5 കുറച്ച് പോയാൽ മതി. ഇത് ഡിക്രീസിങ് സീക്വൻസ് ആണ്. 18ൽ നിന്ന് 5 കുറച്ചാൽ 13, 13ൽ നിന്ന് 5 കുറച്ചാൽ 8, 8ൽ നിന്ന് 5 കുറച്ചാൽ 3. ഓക്കെ, അപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ള 2 ആൾക്കാർ ആരൊക്കെയാണ്? 18ഉം 8ഉം ആണ് മിസ്സിംഗ് ആയിട്ടുള്ള 2 ആളുകൾ. ശരിയല്ലേ? 18ഉം 8ഉം ആണ് ആൻസറുകൾ വരിക.
സോ ഓപ്ഷൻ സി 18ഉം 8ഉം അല്ലെ, 18 ആൻഡ് 8 എന്നുള്ളതാണ് നമുക്ക് ആൻസർ വരുന്നത്. നമ്മുടെ മിസ്സിംഗ് ആയിട്ടുള്ള രണ്ട് ടേമുകൾ ആരൊക്കെയാണ്? 18ഉം 8ഉം ആണ്. ഇതിങ്ങനെ ആലോചിക്കാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് ഒരു സംഭവം അറിഞ്ഞിരിക്കേണ്ടത്, ഒരു നോട്ടായിട്ട് എഴുതി വെച്ചോളൂ, പിന്നീട് യൂസ് ആവുന്നതാണ്. ഇപ്പം എയും ബിയും സിയും അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ എ കോമ ബി കോമ സി ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ നമുക്കൊരു കാര്യം എഴുതി വെക്കാം. അവിടുത്തെ മിഡിൽ ടേം ആയിട്ടുള്ള ബി എന്ന് പറയുന്നത് ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് സി ബൈ 2 ആയിരിക്കും. മിഡിൽ ടേം ആയിട്ടുള്ള ബി എന്ന് പറയുന്നത് ആരാണ്? എ പ്ലസ് സി ബൈ 2 ആണ്. ഓക്കെ, എയും ബിയും സിയും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അവിടുത്തെ മിഡിൽ ടേം ആയിട്ടുള്ള ബി എന്തായിരിക്കും? ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം ബൈ 2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 8 നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ശരിയാണ്, ഈ 8 നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നോക്കണേ. നമുക്ക് തന്നിട്ടുള്ളത് ഡാഷ് 13 ഡാഷ് 3 എന്നാണ് തന്നിട്ടുള്ളത്. നോക്കണേ, ഡാഷ് 13 ഡാഷ് 3 ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പൊസിഷനിൽ വരുന്ന സംഖ്യ പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഇവർ 3 പേരും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മിഡിലിൽ വരുന്ന സംഖ്യ എന്തായിരിക്കും? 13 പ്ലസ് 3 ബൈ 2 ആയിരിക്കും അല്ലെ. സോ 16 ബൈ 2 ആയിരിക്കും. 16 ബൈ 2 എത്രയാണ്? 8. അപ്പൊ ഈ പൊസിഷനിൽ 8. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള രണ്ട് ടേമുകളുടെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലെ. ഡി കണ്ടുപിടിക്കണമെങ്കിൽ 3 ന്ന് 8 കുറക്കാം, അല്ലെങ്കിൽ 8 ന്ന് 13 കുറക്കാം. 3 ന്ന് 8 കുറച്ചാൽ എന്തായി? -5. ഓക്കെ, യെസ്. സോ എന്തിൻ്റെയോ കൂടെ -5 കൂട്ടുന്നതാണ് എന്ത്? 13. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ, ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. ശരിയല്ലേ? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതി. T2 നിന്നും ഡി കുറച്ച് കഴിഞ്ഞാൽ എന്തായി? T1 ആയി. ശരിയല്ലേ? ഫസ്റ്റ് ടേം ആയി. T1 കണ്ടുപിടിക്കണമെങ്കിൽ T2 നിന്ന് ഡി കുറച്ചാൽ മതി. സെക്കൻഡ് ടേം നമ്മുടെ കയ്യിലുണ്ട് 13 മൈനസ് കോമൺ ഡിഫറൻസ് -5. 2 മൈനസ് ചേർന്ന് പ്ലസ് ആവും. 13 പ്ലസ് 5 എന്തായി? 18. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം എത്രയാണ്? 18. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാവുന്നതാണ്. പിടി കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണേ? മനസ്സിലാക്കി പഠിച്ചോണേ. ഞാൻ 1-2 വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് വഴിയിലൂടെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾ ആ വഴി തന്നെ ഫോളോ ചെയ്ത് ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താം. ഓക്കെ ആണ്. അടുത്ത നോക്കാം, 6ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 6. Which term of the arithmetic progression 3, 8, 13, 18, etc. is 78? ഈ സമാന്തര ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 78 എന്നാണ് ചോദ്യം. ഓക്കെ, എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? അതൊരു nth ടേം ആയിട്ട് എടുക്കുന്നു. ലെറ്റ് nth ടേം ഇസ് ഈക്വൽ ടു 78. അങ്ങനെയാണെങ്കിൽ ഈ n കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെ ടേം ആയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരവായില്ലേ? അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഒരു സാധനം എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തായിട്ട് അങ്ങ് എടുക്കുക? nth ടേം ആയിട്ട് അങ്ങ് എടുക്കുക. പിന്നെ നിങ്ങൾ ആ എന്നിന്റെ വില കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് എത്രാമത്തെ ടേം ആണെന്നുള്ള ഉത്തരവായില്ലേ? n കണ്ടുപിടിക്കാൻ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം. നമ്പർ ഓഫ് ടേംസിന്റെ ഫോർമുല എന്താണ്? ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 അല്ലെ. സോ ഇവിടെ ലാസ്റ്റ് ടേം 78. ആ nth ടേം ലാസ്റ്റ് ടേം ആയിട്ട് അങ്ങ് എടുക്കുക. ലാസ്റ്റ് ടേം 78 ആണെന്നല്ല ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് അത് ലാസ്റ്റ് ടേം ആയിട്ട് അങ്ങ് എടുക്കുക. അത് nth ടേം ആയിട്ട് എടുക്കുക. എന്നിട്ട് ആ n കണ്ടുപിടിച്ചാൽ പോരെ. ശരിയല്ലേ? അപ്പൊ ലാസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്രാമത്തെ ടേം ആണോ അതാണ് നമ്മുടെ നിലവിലെ ലാസ്റ്റ് ടേം. അത് 78 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 3 ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5 കൂട്ടിയാണ് പോകുന്നത് അല്ലെ. 5 പ്ലസ് 1. സോ 78 നിന്നും 3 കുറച്ചാൽ എത്രയാണ്? 75 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1 എന്ത് വരും? 5 5 ശിഷ്ടം 2 25 5 25 പ്ലസ് 1 16ാമത്തെ ടേം ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി 16. ഓക്കെ, യെസ്. ഇനി nth ടേം 78 ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പ വഴി. ഈ ഇക്വേഷൻ ആക്ച്വലി വന്നത് a+n - 1 × d യിൽ നിന്ന് തന്നെയാണ്.
nth ടേം 78 ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം. nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? nth ടേം ഇസ് ഈക്വൽ ടു 78. അപ്പൊ n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് nth ടേം. ഇത് 78. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ കൊടുക്കുക. എക്ക് പകരം എന്ത് കൊടുക്കുക? എക്ക് പകരം 3, ഡിക്ക് പകരം 5 അല്ലെ. ഫസ്റ്റ് ടേം 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5 ഈക്വൽ ടു 78. അപ്പൊ ഇത് സോൾവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? എന്നിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴും നമുക്ക് സെയിം ഉത്തരം തന്നെയാണ് കിട്ടുക. ഓക്കെ, അതിന് 3 അപ്പുറം കൊണ്ടുപോവാ. n മൈനസ് 1 ഇൻറ്റു 5 എന്ത് വരും? 78 മൈനസ് 3 ഈക്വൽ ടു 75. അതായത് n മൈനസ് 1 ഇൻറ്റു 5 ആണ് എന്ത്? 75. അവിടുന്ന് n മൈനസ് 1 ഈക്വൽ ടു 75/5 എത്രയാണ് വരിക? 75/5 25. സോറി, 75/5 15 അല്ലെ. 5 5 6 2 25 5 25. സോ 15 വരും. അതായത് n മൈനസ് 1 ആണ് 15. അപ്പൊ അവിടുന്ന് n കണ്ടുപിടിക്കാമല്ലോ. 15 പ്ലസ് 1 16 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ ആണേ. സോ എത്രാമത്തെ ടേം ആണ്? 16ാമത്തെ ടേം ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അണ്ടിൽ ദെൻ സീ യു.